Watch India's largest kids library only on Jio Hotstar. Download the app now. ചായക്കട ചേട്ടാ, എന്താന്നറിയില്ല, ഇന്നത്തെ സമോസയിൽ എന്തോ ഒരു കുറവുള്ളത് പോലെ. എന്താതിരുന്നോ മോട്ടു, വെറുതെ എന്റെ സമോസയെ കുറ്റം പറയരുത്. അല്ല ചേട്ടാ, ഞാൻ ഇന്ന് വരെ നിങ്ങളുടെ സമോസയെ കുറിച്ച് വല്ല കുറ്റവും പറഞ്ഞിട്ടുണ്ടോ? വെറുതെ ഇവിടെ ഇരുന്നോണ്ട് അതും ഇതും പറയാതെ ഇവിടെ സ്ഥലം കാര്യമാക്കാൻ നോക്കും. പോയി ഇവിടുന്ന്. സോറി ചായക്കട ചേട്ടാ, സമൂസ കഴിക്കാൻ തരണേ. ചേട്ടാ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, രണ്ടുപേരും എങ്ങോട്ടാണ് ഓടുന്നത്? ഓടിയതൊന്നും അല്ല, മോട്ട് ചോദിച്ചതിന് ചായക്കടക്കാരൻ ചേട്ടൻ ഓടിപ്പിച്ചതാ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ പറയൂ. ചേട്ടാ സുഹൃത്തുക്കളെ, ഞാൻ രണ്ടുപേർക്കും എന്റെ പുതിയ ഗാഡ്ജറ്റിനെ കുറിച്ച് പറയാൻ വന്നതാണ്. ഇതാണ് ഹെൽപ്പിംഗ് ബ്രേസ്ലെറ്റ്. എവിടെയെങ്കിലും ആർക്കെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് മനുഷ്യർക്കോ അല്ലെ മൃഗങ്ങൾക്കോ അവർ ഹെൽപ്പ് എന്ന് ചോദിച്ചു വിളിച്ചാൽ ഈ ബ്രേസ്ലെറ്റ് ഇട്ട മനുഷ്യൻ പറന്നെത്തും, അതും കാറ്റിനെക്കാട്ടിലും വേഗമായിട്ട്. എങ്ങനെ, അടിപൊളിയല്ലേ? അല്ല കൊള്ളാലോ ചേട്ടാ, കൊള്ളാം. എവിടെ, ഞാനതൊന്ന് നോക്കട്ടെ. ഇത് അടിപൊളിയാണല്ലോ. ഈ ബ്രേസ്ലെറ്റ് എന്റെ കയ്യിൽ നല്ല ചേർച്ചയുണ്ടല്ലോ. ചേട്ടാ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, നീ എന്ത് കാര്യമാണ് ഈ ചെയ്തത്? നീ എന്തിനാണ് എല്ലാത്തിനും ധൃതി കൂട്ടുന്നത്? ഞാൻ ഇത് ഇടാൻ വേണ്ടിയാണ് കണ്ടുപിടിച്ചത്, പക്ഷെ എങ്ങനെയാണ് അയക്കേണ്ടതെന്ന് ഞാൻ ഇനിയും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അതെ, ഇപ്പൊ ആരാണെങ്കിലും എവിടുന്ന് വിളിച്ചാലും നീ അവിടെ പോയി തന്നെ ആകണം. അതെ. ഓ, ഇതില് പേടിക്കാൻ എന്തിരിക്കുന്നു വലിയേട്ടാ. ഇതിനെ കൊണ്ട് ഞാൻ ലോകരെ മുഴുവനും സഹായിച്ചോളാമേ. എന്താണിത്? നമ്പർ 1, നമ്പർ 2 എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? ബ്രേക്ക് പിടിക്കാത്ത വണ്ടിനെ പോലെ എന്തിനാണ് വരുന്നത്? പറയൂ. അയ്യോ ഉണ്ടല്ലേ. ബോസ് ബോസ്, ഡോക്ടർ ജഡ്ക്കുണ്ടല്ലോ, വേറൊരു പുതിയ ഗാഡ്ജറ്റ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, ഞാനിപ്പോ മോട്ടുവിന് പണിയാൻ പോകുന്ന പണി നിങ്ങളെല്ലാം കണ്ടോ? എന്നെ രക്ഷിക്കൂ, ആരെങ്കിലും എന്നെ വന്ന് രക്ഷിക്കൂ, വേഗം. എന്റെ മോട്ട് നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ വരുവാണ്. എത്തിപ്പോയി. പേടിക്കണ്ട ജോണെ, വേഗം പറയൂ, നിനക്ക് എന്ത് സഹായമാണ് വേണ്ടത്? വലുതായിട്ടൊന്നുമില്ല, എനിക്ക് ചായയും കടിയും കഴിക്കണം പോലെ ഉണ്ടായിരുന്നു. ജോൺ, നീ എന്നെ ചായയും പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വിളിച്ചത്? ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം വേണമെങ്കിൽ നിന്നെ വിളിച്ചാൽ നീ വന്ന് ചെയ്തു തരുമെന്ന് ഞാൻ അറിഞ്ഞു. അത് കാരണം നീ എനിക്ക് ഇപ്പൊ ഉപകാരം ചെയ്യണം, എനിക്ക് വിശക്കുന്നുണ്ട്. ജോണേ, നിനക്ക് ചായയും പലഹാരം വേണം അല്ലേ? ഇന്ന് ചായയും പലഹാരം. എന്റെ മോട്ടു നീ എവിടേക്കാ പോയിരുന്നത്? ആ ജോണ് വലിയേട്ടൻ തന്ന ഈ ഹെൽപ്പിംഗ് ബാൻഡിനെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞിരിക്കുന്നു? എന്നിട്ട് അവൻ എന്നെ വിളിച്ചതാ. അവന് ചായയും പലഹാരം ഉണ്ടാക്കി കൊടുക്കണോ അത്ര. പത്തുലു, ഒരുപക്ഷെ ഞാൻ ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ എന്നെ വേഗം തിരിച്ചു വിളിക്കണം കേട്ടോ. വിളിക്കാൻ മറക്കല്ലേ, കാരണം എനിക്ക് അവിടെ തീർച്ചയായും നിന്റെ സഹായം വേണ്ടി വരും. എന്റെ ചെകുത്താൻ ബുദ്ധിയിൽ വന്ന് സൂപ്പർ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾ ഇപ്പൊ കണ്ടോടാ. വാടാ മോനെ, വാടാ മോനെ, വേഗം വാ. അങ്ങനെ തന്നെ, കം ഓൺ. കുടുങ്ങിയല്ലോ, കുടുങ്ങിയല്ലോ. ഇപ്പൊ മോട്ടുവിനെ കൊടുക്കാനുള്ള സമയമായി. വേഗം വരൂ, രക്ഷിക്കൂ, വേഗം വരൂ, ആരെങ്കിലും വന്ന് എന്നെ രക്ഷിക്കൂ. മോട്ടു നിക്ക്. ഞാൻ വരുന്നുണ്ട്, വരുന്നുണ്ട്. ആരാണ് എന്നെ വിളിച്ചത്? ആർക്കാ സഹായം വേണ്ടത്? അതെ ചേട്ടാ, എവിടെയുള്ള നിങ്ങള്? അടുത്തേക്ക് വരൂ. അതെ, ആരാണ്? ആരാണ്? എവിടുന്നാന്ന് ഒരു പിടുത്തമില്ലല്ലോ. അറിയില്ലല്ലോ ആരാ എന്നെ വിളിച്ചതെന്ന്. ഇവിടെ എങ്ങും ആരെയും കാണുന്നുമില്ലല്ലോ. ആരാണ്? പറയൂന്നേ. ഇവിടെ എങ്ങും ആരും ഇല്ലല്ലോ. പിന്നെ ഈ ശബ്ദം എവിടുന്നാ?
ജോൺ, നീ എന്നെ വീണ്ടും വിഡ്ഢിയാക്കിയിരിക്കുകയാണല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടോ. വേണ്ട, രക്ഷിക്കണേ. പത്തലു, എന്നെ വേഗം അങ്ങോട്ട് വിളിക്കൂ, ഇല്ലെങ്കിൽ സിംഹം എന്നെ തിന്നു കളയും. എന്ത്? നോ, മോട്ടു വേഗം വരൂ. ആരെങ്കിലും ഒന്ന് സഹായിക്കേ. അയ്യോ, 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 അയ്യോ. പത്തലു. ഈ പ്രശ്നങ്ങളൊക്കെ ഡോക്ടർ ജഡ്കയ്ക്ക് തീർത്തു തരാൻ കഴിയും. വാ, നമുക്ക് അവരോട് പോയി സംസാരിക്കാം. വാ. എനിക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ടട്ടാ. എന്റെ അമ്മോ, നിങ്ങൾ എന്റെ സദസ്യനൊന്ന് കേക്കൂ. നമുക്ക് മോട്ടുവിന് ഒരു വലിയ കയറിട്ട് കെട്ടാം. എന്നാ പിന്നെ അവൻ എങ്ങോട്ട് പുറത്തേക്ക് പോവില്ലല്ലോ. Yes. മോട്ടു ഒരു പ്രാവശ്യം രക്ഷപ്പെട്ടു. പക്ഷേ ഞാൻ ഇപ്രാവശ്യം ഒരു സൂപ്പർ ഐഡിയ വെച്ചിട്ടുണ്ട്. നോക്കിക്കോ, അവൻ എങ്ങനെ ഓടിയെത്തുമെന്ന്. ആഹാ. പോകാം. മോട്ടു രക്ഷിക്ക്, വേഗം രക്ഷിക്ക് മോട്ടു. പത്തലു, എന്നെ പിടിക്കൂ, എന്നെ പിടിച്ചു നിർത്തൂ. ഞാൻ പോവാണ്. ഞാൻ വരുവാണ്. അറിയില്ലല്ലോ ആ ജോണി പ്രാവശ്യം എങ്ങോട്ടാ വിളിച്ചിരിക്കുന്നത്. ഹായ് ജെന്റിൽമാൻ, ഹൗ ആർ യു? ജോൺ ഹാൻഡ്സപ്പ്, ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഹാൻഡ്സപ്പ് ഒന്നും ഇവിടെ കാര്യമില്ല. കുറച്ചു നേരത്തിൽ ഹൈ ടൈം സ്റ്റാർട്ട് ആകും. പിന്നെ വെള്ളം കൂടി കൂടി വരും. അതിനുശേഷം നിങ്ങൾക്ക് ഷോർക്കിന്റെ വയറ്റിലകത്ത് പോകേണ്ടത് തന്നെ. വേണ്ട, പിടിക്കൂ. മമ്മി, ഹൈറ്റായിട്ട് വരാൻ തുടങ്ങിയല്ലോ. വെള്ളം പതുക്കെ പതുക്കെ ഇങ്ങനെ പൊങ്ങി വന്നോണ്ടിരിക്കാണ്. പത്തലു, എന്തെങ്കിലും ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ. ചായക്കടക്കാരൻ ചേട്ടന് ഫോൺ ചെയ്തിട്ട് അവരോട് നിന്നെ വിളിക്കാൻ പറയാം. അമ്മോ, വേഗം ഫോൺ ചെയ്യപ്പത്തുള്ളൂ. വേഗം ചെയ്യേ. ഹലോ ചായക്കടക്കാരൻ ചേട്ടാ, മോട്ടുവിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. വേഗം ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, വേഗം. മോട്ടുവിനെ ഞാൻ എന്തായാലും വിളിക്കില്ല. അതിന് എന്താണേലും വേണ്ടില്ല. വേണമെങ്കിൽ നീ വന്നോ. എന്റെ മോട്ടു, നീ എന്താ ചായക്കട ചേട്ടനുമായിട്ട് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? അദ്ദേഹം ഇനി ഒരിക്കലും നിന്നെ വിളിക്കില്ലെന്നാണല്ലോ പറയുന്നത്. പത്തലു, എന്തെങ്കിലും ചെയ്യൂ, എന്തെങ്കിലും ചെയ്യൂ. വേണ്ട. ശരി, കരയരുത്. ഹലോ ചായക്കടക്കാരൻ ചേട്ടാ, നിങ്ങൾ മോട്ടുവിനോട് സംസാരിക്കില്ലെങ്കിൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ എല്ലാവരും ഒരു പാർട്ടി നടത്താനുള്ള മൂഡിലാണ് ഇപ്പോ. നിങ്ങളും ഇങ്ങോട്ട് വരൂ. വരുമ്പോ കുറച്ച് സമൂസയും കൊണ്ട് വന്നേക്ക്. പാർട്ടിക്കാണെങ്കിൽ ഞാൻ തയ്യാറാ. പറയൂ, എവിടെ വേഗം വന്നു. പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ട്. ആരെങ്കിലും അവനെ ഒന്ന് തടുത്ത് നിർത്തടാ. നല്ല പണം. ഒന്ന് പറയണേ, കേക്ക് നിക്ക്. എന്താ മോട്ടു, എന്നെ വീട്ടിലേക്ക് ഇങ്ങനെ എന്നെ പറപ്പിക്കല്ലേ. ഇതാണ് എന്റെ പുതിയ സ്പെഷ്യൽ.
അയ്യോ ഞാനിപ്പോ പോകണ മോട്ടു വേണ്ട മോട്ടു പത്ലു എന്നെ രക്ഷിക്ക എന്നെ വിട്ടേക്ക് പ്ലീസ് സർ ചിങ്കം സർ എന്നെ രക്ഷിക്കണം ഈ ബ്രേസ്ലെറ്റിനെ കാട്ടിലും കൈവിലങ്ങാണ് നല്ലത് പ്ലീസ് എന്നെ രക്ഷിക്കൂ ചിങ്കം സർ എന്നെ വിട്ടേക്ക് മോട്ടു പത്ലു Watch India's largest kids library only on Geo Hotstar. Download the app now.